ഹലോ, എല്ലാവർക്കും മിനീസ് വണ്ടർലാൻഡ് യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുക. അപ്പോൾ ഞാനിന്നൊരു മോർണിംഗ് റൊട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എന്തായാലും രാവിലെ എണീക്കും കേട്ടോ. നേരത്തെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുന്നതിനേക്കാളും നമുക്കിത്തിരി സമാധാനത്തിൽ ചെയ്യാനുള്ള സമയം കിട്ടും. നമുക്ക് തിരക്കാതെ നമുക്ക് രാവിലെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ കാര്യങ്ങളൊക്കെ സമാധാനത്തിൽ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും രാവിലെ എണീക്കാൻ നോക്കുക കേട്ടോ. നമുക്ക് ആദ്യമൊക്കെ എണീക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് രാവിലെ എണീച്ച് ശീലമില്ലാത്തവരൊക്കെ രാവിലെ എണീക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ നമ്മൾ 4 ദിവസമൊക്കെ എണീച്ച് കഴിയുമ്പോൾ നമുക്ക് ആ സമയമാകുമ്പോൾ നമുക്ക് തനിയെ ഉറക്കമൊക്കെ ഉണരും കേട്ടോ. അപ്പോൾ അങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കി കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിലും അവർ വരുന്നവരെയുള്ള ടൈം നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വൈകി എണീക്കുകയാണെങ്കിൽ നമുക്കതൊന്നും നടക്കത്തില്ലല്ലോ. നമുക്ക് പിന്നെ എന്തായാലും ഒരു വീടാകുമ്പോൾ ജോലികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. പക്ഷെ അതൊക്കെ നമ്മൾ പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് നമ്മുടേതായ ചില കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ആർക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. രാവിലെ എണീറ്റ് മുറ്റമടിക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മുറ്റമടിക്കുന്നത് കാണിക്കാത്ത എൻ്റെ വീട് മെയിൻ റോഡിലാണ് കേട്ടോ. അപ്പോൾ മെയിൻ റോഡിൽ ക്യാമറയൊക്കെ കൊണ്ട് വെക്കേണ്ടത് ഇഷ്ടമാണ് കേട്ടോ, മുറ്റമടിക്കുന്നത് എടുക്കാത്ത. അപ്പോൾ പിന്നെ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞ് കോലം ഇടും കേട്ടോ. അപ്പോൾ കോലമൊക്കെ ഇട്ടതിന് ശേഷം കുളിക്കാൻ പോവുള്ളൂ. അപ്പോൾ കോലമൊക്കെ ഇട്ടിട്ട് കുളിക്കാൻ പോകും കേട്ടോ. അപ്പോൾ കോലം ഇട്ട് കഴിഞ്ഞിട്ട് കുളിക്കും കേട്ടോ. കോലമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളതിൽ മഞ്ഞളും കുങ്കുമമൊക്കെ വെക്കും കേട്ടോ. കോലം ഇടുന്നത് നമ്മുടെ വീട്ടിലൊരു ഐശ്വര്യമാണ് കേട്ടോ. കോലം ആദ്യമൊന്നും എനിക്കും ഇടാൻ അറിയില്ലായിരുന്നു. പിന്നെ ചെറുതായിട്ടൊക്കെ ഇട്ട് നോക്കിയിട്ട് ഞാനും ശീലിച്ച കേട്ടോ കോലം ഇടാൻ. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കോലം ഇടാതെ ഒരു വീടും ഉണ്ടാവില്ല. എല്ലാ വീട്ടിലും കോലം ഇട്ട് അവർ ചാണകമൊക്കെ തേച്ച് കോലമൊക്കെ ഇട്ട് പിന്നെ അവർ കളർ കോലമൊക്കെ ഇടും. നല്ല രസമായിരിക്കും അവരുടെ വീടിൻ്റെ മുൻവശം കാണാൻ തന്നെ കേട്ടോ. അങ്ങനത്തെ ശീലം നമ്മുടെ കേരളീയർക്കില്ലല്ലോ. പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്ക് കുറച്ച് തമിഴ് കൾച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളതൊക്കെ ചെയ്യാനും കോലം ഇടുക, അങ്ങനെയുള്ള പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനും. ഇങ്ങനെ രാവിലത്തെ പൂജ റൊട്ടീൻസൊക്കെ ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇത് കോലമൊക്കെ ഇടുന്നതും അങ്ങനെ രാവിലത്തെ റൊട്ടീൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. പൂജയും കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കോലമൊക്കെ ഇടുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ തുളസി മഠത്തിന് താഴെയും ഞാൻ കോലോടും കേട്ടോ. തുളസി മഠത്തിന് നേരെ ഇങ്ങനെ താഴെയും കോലോടും കേട്ടോ. അപ്പോൾ നമ്മൾ തുളസി മഠത്തിൽ വിളക്ക് വയ്ക്കുമ്പോൾ നമ്മൾ അവിടെ കോലിടണം. തുളസി മഠത്തിൽ ഞാൻ വിളക്ക് വയ്ക്കാറുണ്ട്. അപ്പോൾ തുളസി മഠത്തിന് താഴെയും ചെറുതായിട്ടൊരു കോലോടും കേട്ടോ.
ടി വിയിൽ സുപ്രഭാതമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടി വിയിൽ സുപ്രഭാതമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ രാവിലെ നേരത്തെ ആ കാറ്റും തണുപ്പും ഒക്കെ കേട്ടിട്ടും പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കോലം ഇടണതും കുളി കഴിഞ്ഞ് നമ്മൾ വിളക്ക് വെക്കണതൊക്കെ ഒരു നല്ല രസമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നേരമൊന്നും വെളിച്ചമായിട്ടില്ല കേട്ടോ. റോട്ടിലിങ്ങനെ വാക്കിങ്ങിന് പോകുന്ന ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ നടക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ആരുമില്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ സൂര്യഭഗവാനൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇരുട്ടാണ്, അതാ കാണാത്തത്. അപ്പോൾ ഞാൻ ലൈറ്റ് ഇടാഞ്ഞ കേട്ടോ അവിടെ. നമുക്ക് ഇനി വിളക്കൊക്കെ കത്തിക്കാം കേട്ടോ. ഇപ്പോൾ 6 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേനും നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു, വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നീ ചായ വയ്ക്കുകയാണ്. മോള് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് എക്സാം ആയതുകൊണ്ട് മോള് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ബാക്കി പൂജയും കാര്യങ്ങളൊക്കെ പോവുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് വേണം അടുക്കളയിൽ കുക്കിങ്ങും രാവിലത്തെ സ്കൂളിലോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ ആദ്യം ചായയൊക്കെ ഇട്ടതിന് ശേഷം പോയിട്ടാണ് പൂജയൊക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ വിളക്ക് വെച്ചിട്ട് വരും. എന്നിട്ട് ഇപ്പോൾ ഇവർക്കൊക്കെ ചായയൊക്കെ കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അടുക്കളയിൽ എന്തെങ്കിലും അരിയൊക്കെ വെള്ളം വെക്കാനോ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷമൊക്കെയാണ് ഞാൻ പൂജയും കാര്യം. അപ്പോൾ അല്ലെങ്കിൽ ചോറ് വേഗം സമയം എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാറ് കേട്ടോ. ഞാൻ മുരുകൻ്റെ വിഗ്രഹമുണ്ട്. അപ്പോൾ അത് ഞാൻ അഭിഷേകമൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കുറേ നേരമാവും നമ്മൾ പൂജയൊക്കെ കാണിക്കുമ്പോഴത്തേനും കേട്ടോ. അപ്പോൾ അതൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അഭിഷേകവും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് പൂജയൊക്കെ ചെയ്യണ സമയത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ചായ ഇടാം, ചായയൊക്കെ ആയിട്ടിട്ട് കേട്ടോ.
ഇപ്പോൾ അഭിഷേകവും പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനിനി ഫോട്ടോസിലൊക്കെ പുഷ്പങ്ങളൊക്കെ വെച്ചു പ്രാർത്ഥിച്ചു. എല്ലാം അഭിഷേകമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ചന്ദനത്തിരിയും കൽപ്പൂരമൊക്കെ കാണിക്കാനാട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. എല്ലാവരും രാവിലെ നേരത്തെ എണീച്ച് നമ്മൾ പൂജയും കാര്യങ്ങളും വിളക്ക് വെക്കാട്ടെ. ചിലവർ വീട്ടിലൊന്നും വിളക്കേ വെക്കാറില്ല. ചിലപ്പോൾ സ്ത്രീകളൊന്നും ഇങ്ങനെ കുളിക്കാതെ ഇങ്ങനെ എല്ലാ ജോലികളും കഴിഞ്ഞ് കുളിക്കുക, അതൊക്കെ തന്നെ നമ്മുടെ വീട്ടിലേക്കൊരു നെഗറ്റീവ് എനർജി പോലെയല്ലേ. നമ്മൾ രാവിലെ എണീറ്റ് കുളിക്കുക, നല്ല ഡ്രസ്സ് ഇടുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കും ഒരു പോസിറ്റീവാണ്, നമ്മളെ കാണുന്നവർക്കും ഒരു പോസിറ്റീവായിരിക്കുമല്ലോ. ഇത് നമ്മളെല്ലാ ജോലികളും കഴിയുന്നവരെ ഇങ്ങനെ അഴുക്കൊക്കെ ഉള്ള നെയ്റ്റിയും എല്ലാം ഇട്ടിട്ട് വീട്ടിലിങ്ങനെ എല്ലാ പണിയും കഴിയുന്നവരെ ഇങ്ങനെ ഇരിക്കുന്ന സ്ത്രീകൾ ഇപ്പോഴൊക്കെ എത്ര ബെറ്ററാണ്. പണ്ടത്തെ പോലെയൊന്നും ആരും ഇല്ല. എന്നാലും കൂടി ചിലവരൊക്കെ ഇങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലല്ലേ, എന്തിനാപ്പോൾ നല്ല ഡ്രസ്സ് ഇടണേ, എന്തിനാപ്പോൾ നേരത്തെ കുളിക്കണേ, കുളിച്ചാലും ജോലി ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ നേരത്തെ കുളിക്കാതിരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ രാവിലെ എത്രയും നേരത്തെ എണീക്കുന്നോ അത്രയും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്, നമ്മുടെ ഡെയിലി ഉള്ള റൊട്ടീനും നല്ലതായിട്ട് വരും കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കൂ. രാവിലെ ഇപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ദിവസം തന്നെ നമുക്കൊരു പോസിറ്റീവായിരിക്കും. ഇത് നമ്മൾ വൈകി എണീക്കുക, നമ്മുടെ ജോലികളൊന്നും തീരാതിരിക്കുക, വീടൊക്കെ അങ്ങനെ വൃത്തികേടായിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി വരുള്ളൂ വീട്ടിലോട്ട്. അപ്പം നമ്മൾ രാവിലെ നേരത്തെ എണീറ്റും അപ്പോൾ നമ്മൾ ആദ്യം എണീക്കണം. ബാക്കിയുള്ളവരൊക്കെ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ ഇങ്ങനെ വിളക്കൊക്കെ വെച്ച് നമ്മൾ ചന്ദനത്തിരുടിയും ധൂപത്തിൻ്റെയും ഒക്കെ നല്ല മണവും പൂജയും കാര്യങ്ങളും ടി വിയിൽ ദൈവത്തിൻ്റെ ഭക്തിഗാനങ്ങളും ഒക്കെ കേട്ടിട്ടാണ് അവരൊക്കെ ഉണരണതെങ്കിൽ അവർക്കും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. പിള്ളേരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനോ ഒക്കെ ഒന്ന് അവർക്ക് തോന്നുമല്ലോ. ഇത് നമ്മളും കുളിച്ചിട്ടില്ല, വീട്ടിൽ വിളക്കും വെക്കില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കൊന്നും അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇനി വരുന്ന കുട്ടികൾക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. എന്താട്ടാ നമ്മൾ പണ്ടത്തെ പോലെ നമ്മളൊക്കെ രാവിലെ എണീറ്റ് കുളിക്കും, വിളക്ക് വെക്കും, പ്രാർത്ഥിക്കും, അമ്പലത്തിൽ പോവും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ഇല്ലല്ലോ. ഇപ്പോൾ എണീക്കുന്നത് തന്നെ നമ്മൾ മൊബൈൽ ഫോൺ നോക്കിയിട്ടും മൊബൈലിൽ എന്താ ഗെയിംസ് നോക്കിയിട്ടും അങ്ങനെയൊക്കെ കുട്ടികൾ വളരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ തന്നെ ഒരു മാറ്റം നമ്മുടെ പിള്ളേർക്ക് കൊണ്ടുവരണം. നമ്മളെന്താണോ ചെയ്യുന്നത് അത് കണ്ടിട്ടാണല്ലോ നമ്മുടെ പിള്ളേരും വളരുന്നത്. അപ്പം നമ്മൾ വേണം അവർക്ക് ഒരു മാതൃകയാവാൻ. നമ്മൾ പണ്ട് മുതലേ നമ്മൾ ശീലിച്ചിരുന്ന ശീലങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കാണിച്ചു കൊടുക്കുക. നമ്മൾ നല്ലൊരു കൃത്യനിഷ്ഠയുള്ള ഒരു ലൈഫ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കണമെങ്കിൽ നമ്മളതിനൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മൾ വേണം അവർക്ക് നമ്മുടെ കാര്യങ്ങൾ ഓരോന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ. നമ്മളെയാണല്ലോ അവർ കൂടുതൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് എങ്ങനെയാണോ നമ്മുടെ പിള്ളേരും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല കാര്യങ്ങളും നല്ല ശീലങ്ങളും നമ്മുടെ പിള്ളേർക്ക് കൂടി വളർത്തി കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളെ കണ്ടവർ വളരാൻ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നമ്മളെ കണ്ടവർ പഠിക്കണം. നമ്മുടെ അമ്മയും അച്ഛനും ഇങ്ങനെയാണല്ലോ, അപ്പോൾ നമ്മളും അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറയാൻ നമ്മൾ വേണം പ്രവർത്തിക്കാൻ. അപ്പോൾ എല്ലാവരും നമുക്ക് നമ്മുടെ പിള്ളേർക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, നല്ല കാര്യങ്ങൾ ശീലിപ്പിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അടുക്കളയിലത്തെ ജോലികളിലൊക്കെ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളിയിൽ നമ്മൾ എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളതിൽ പുഷ്പങ്ങളും കൊണ്ട് അലങ്കരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഉരുളി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പുഷ്പങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഇങ്ങനെ കൺദൃഷ്ടിയൊക്കെ പോകുന്ന കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ കുറച്ചായിട്ട് ഞാനും അങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലുമൊക്കെ വരികയാണ്, അപ്പോൾ എല്ലാവരും ഒരുപോലെ ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വിശ്വസിക്കണവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കും കേട്ടോ. അപ്പോൾ ഉരുളിയിൽ നമ്മളിങ്ങനെ പുഷ്പവും വെള്ളമൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ദൃഷ്ടി അങ്ങനെ പോകുന്ന കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാനും അതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ടെറസിൽ മുരിങ്ങ മരം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതിൽ മുരിങ്ങക്കായൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വലുതായ മുരിങ്ങക്കായൊക്കെ ഒന്ന് പറിക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും വെയിലാകുമ്പോൾ പോകാൻ പറ്റില്ല. അപ്പോൾ ടൈം കിട്ടിയപ്പോൾ വേഗം ഒന്ന് പോയതാട്ടോ മുരിങ്ങക്കായ പറിക്കാൻ. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് ഒരു ദിവസം കാണിക്കാം കേട്ടോ, ടെറസ് ഗാർഡനൊക്കെ കാണിക്കാം കേട്ടോ.
അപ്പോൾ നമുക്കിനി പെട്ടെന്ന് രാവിലത്തെ കാര്യങ്ങളിലോട്ടൊക്കെ പോവാട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ മേലെ പോയിട്ട് ടെറസിലത്തെ പച്ചക്കറികളൊക്കെ ഒന്ന് നോക്കി വെയിൽ വരുമ്പോഴത്തേനും അവിടെ എന്താ നോക്കി വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ കൂട്ടാക്കില്ല കേട്ടോ. പിന്നെ വൈകിട്ട് ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ പോകാനും പറ്റില്ല. അപ്പോൾ രാവിലെ ഒന്ന് പെട്ടെന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വേഗം പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ചിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ കോവയ്ക്കൊക്കെ ഒരു 5-6 ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചിട്ട് വന്നു. കോവയ്ക്ക, വഴുതനങ്ങ, വെണ്ടയ്ക്ക, തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് അതൊക്കെ ഉണ്ട് കേട്ടോ മേലെ ടെറസിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ടെറസ് ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കണം. മഴ വരുമ്പോഴത്തേനും ടെറസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ ടെറസിൽ എങ്ങനെയാണ് ഞാൻ ടെറസ് ഗാർഡൻ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി രാവിലത്തെ കാര്യങ്ങളിലോട്ട് പോവാം. രാവിലെ സേവി ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ സേവി ഇഷ്ടമായതുകൊണ്ട് രാവിലത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ചൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ലഞ്ചിൻ്റെ കാര്യങ്ങളും ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ രാവിലെ സേവി ഇഷ്ടമായിരുന്നു കേട്ടോ. അത് ഇടിയപ്പം അല്ല ഞങ്ങൾ അത്രയ്ക്ക് ഉണ്ടാക്കുക, സേവയാണ് കേട്ടോ. അപ്പോൾ അരി അരച്ചിട്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് വിരകും. ഇങ്ങനെ നമ്മൾ പൊന്നിയരി ഇല്ലേ, പൊന്നിയരി ആയിട്ട് അരയ്ക്കുക. പൊന്നിയരി അരച്ചിട്ട് നല്ല നൈസായിട്ട് അരയ്ക്കണം കേട്ടോ. നൈസായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വിരകുമ്പോൾ അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവ് പോലെ ആവുമല്ലോ. അപ്പോൾ തിക്കിലാവുമ്പോൾ നമ്മളത് എടുത്തിട്ട് കൊഴുക്കട്ടയ്ക്കൊക്കെ നമ്മൾ ആക്കില്ലേ, അതുപോലെ ഉരുണ്ട പിടിച്ചിട്ട് നമ്മൾ സേവനാഴിയിലാട്ടോ സേവ ഉണ്ടാക്കുക. അപ്പോൾ ഇടിയപ്പത്തിനുള്ള സേവയ്ക്കുള്ള മാവൊക്കെ അരച്ച് വിരകിയിട്ട് അതൊക്കെ ഉരുണ്ട പിടിച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടോടെ പീച്ചണം കേട്ടോ, അല്ലാതെ കിട്ടില്ല. ചൂടോടെ നമ്മളിങ്ങനെ കുറച്ച് വെന്ത് കഴിഞ്ഞാൽ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ഒരു 2-3 ഉരുളയായിട്ട് എടുത്തിട്ട് നമ്മളതൊക്കെ ഇങ്ങനെ സേവനാഴിയിൽ പീച്ചാട്ടോ ചെയ്യുക. അപ്പോൾ ഇഷ്ടത്തിനുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയൊക്കെ നുറുക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ചേ വേണ്ടൂ. അപ്പോൾ 2 വലിയുള്ളിയും ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ വൈകിട്ടത്തേന് വേറെ എന്തെങ്കിലും ടിഫിനൊക്കെ രാവിലെ ദോശമാവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ടിഫിന്. അപ്പോൾ വേഗം ഞാൻ അരി ഇട്ടിട്ട് സേവ ഉണ്ടാക്കുക. അപ്പോൾ തന്നെ വൈകിട്ടേക്കുള്ള മാവൊക്കെ അരച്ചിട്ട് ഒന്നിച്ച് ഗ്രൈൻഡറൊക്കെ വൃത്തിയാക്കി വെക്കാമല്ലോ. അപ്പോൾ അതിനോട് സേവ ഇട്ടിട്ട്, അല്ലെങ്കിൽ രാവിലെ ഞാൻ അധികം സേവയ്ക്ക് നിൽക്കാറില്ല പണിക്ക്. അപ്പോൾ അത് കുറച്ച് പണിയുള്ള പണിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ സേവയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മാവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സേവ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സേവയ്ക്ക് ഇഷ്ടത്തിനുള്ള ഉള്ളിയൊക്കെ നുറുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് അറിയില്ല. കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ആരും കമൻറ്റ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ല കേട്ടോ. കുറച്ച് പേരൊക്കെ ഞാൻ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളും നമ്മുടെ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ഉണ്ടാവും. നമ്മൾ ശീലിച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ശീലിച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും നമ്മുടെ ലൈക്കൊക്കെയാണ് നമുക്കൊരു ഇനിയും വീഡിയോസ് ഇടാനൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് വരുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്താലോ, നിങ്ങൾ കണ്ടാലല്ലേ നമുക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടോ അല്ല ഇഷ്ടപ്പെടുന്നില്ലേ, ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ല ഞാൻ എന്താ മിസ്റ്റേക്ക് കറക്റ്റ് ആക്കേണ്ടത് എന്താ കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ എൻ്റെ വ്ളോഗ്സും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയ യൂട്യൂബറാണ്, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായാലും നിങ്ങൾക്ക് ഏത് കണ്ടൻറ്റാണ് താല്പര്യം എന്നുള്ളത് കമൻറ്റ് ചെയ്താലും ഞാൻ അതുപോലത്തെ വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസായിട്ട് അടുത്തത് ലഞ്ചും ഈവനിങ് റൊട്ടീനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോസ് കാണുക, ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലല്ലേ ഞാൻ എന്താ പറയുന്നത്, നമ്മൾ ആദ്യമായിട്ടാണല്ലോ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താലേ എൻ്റെ കാര്യങ്ങൾ അറിയാനും എന്താ എൻ്റെ മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കിക്കഴിഞ്ഞു. ഇഷ്ടു വെള്ളമൊക്കെ ഒഴിച്ച് പച്ചമുളകും ഉള്ളിയും സവാളയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഉപ്പിട്ട് വേവിക്കും കേട്ടോ. വേവിച്ചതിന് ശേഷം തേങ്ങ അരച്ച് വയ്ക്കുക കേട്ടോ ചെയ്തത്. തേങ്ങയും ഇഞ്ചിയും കൂടി അരച്ച് വയ്ക്കും കേട്ടോ. ഇഞ്ചി ചിലപ്പോൾ കഷ്ണമായിട്ട് ഇടാറുണ്ട്,
അല്ലെങ്കിൽ ചിലപ്പോൾ അരച്ചൊഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട്. തേങ്ങ ഒഴിക്കണമെന്നൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. രാവിലെ അപ്പോഴേക്കും നേരമായി. അപ്പോൾ സ്കൂളിലേക്ക് സമയമായി കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തില്ല, വേഗം ഇഷ്ടമൊക്കെ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ സേവനാഴി എങ്ങനെ പീച്ച വെച്ചാൽ അതങ്ങനെ സേവ അങ്ങനെ ഉരുണ്ട പിടിക്കുമല്ലോ നമ്മൾ. ആ ഉരുണ്ട പിടിച്ചത് ചൂടോടെ അങ്ങനെ സേവനാഴിയിൽ ഇട്ടിട്ട് പീച്ച കേട്ടോ ചെയ്യുക. അതിങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് സേവ നല്ല സൂപ്പറായി കിട്ടും കേട്ടോ. നമ്മൾ നെയ്സായിട്ട് അരയ്ക്കുകയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടില്ലാതെ നമുക്കിങ്ങനെ തിരിക്കുമ്പോൾ കിട്ടും. സേവ നന്നായിട്ട് അടിപൊളിയായിട്ട് വരും കേട്ടോ. നമ്മൾ ഇത് കൊഴുക്കട്ട ഇങ്ങനെ വേവിച്ചത് ആറിയിട്ടാണ് നമ്മളിതിലിട്ടിട്ട് പീച്ചെന്ന് വെച്ചാൽ കിട്ടില്ല. ആറുന്നതിന് മുമ്പ് ഒരു ചൂടോടുള്ളപ്പോൾ തന്നെ നമ്മൾ വേഗം ഇട്ടിട്ട് പീച്ചാണെങ്കിൽ കൈ വേദനിക്കാതെ വേഗം കിട്ടും കേട്ടോ. ഇപ്പം ഇങ്ങനെ ചുമരിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന പോലത്തെയൊക്കെ സേവനാഴിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടില്ല, ഒന്ന് വാങ്ങിക്കണം എന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇത് കുറച്ചൊക്കെ ടഫാണ്, നമുക്ക് കുറച്ച് നേരമൊക്കെ പണിയാണ് ഇത് ചെയ്യാൻ. പക്ഷെ എന്താ എല്ലാവർക്കും സേവയും ഇഷ്ടവും സാമ്പാറൊക്കെ ഇഷ്ടമായതുകൊണ്ടൊക്കെ അങ്ങനെ ചെയ്ത് ശീലിക്കുമ്പോൾ പിന്നെ എല്ലാം നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. രാവിലത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ചങ്ങോട്ട് ഉള്ളതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോഴത്തേനും സ്കൂളിലോട്ടുള്ള സമയമൊക്കെ ആയി. അപ്പോൾ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ലഞ്ചിൻ്റെ കാര്യങ്ങളും ആഫ്റ്റർനൂണ് നമ്മൾ ഈവനിങ്ങും ഒക്കെയുള്ള വ്ളോഗ്സൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ.